അപ്പം ഗായ്സ് നമ്മൾ രാവിലെ എണീറ്റ് നടക്കുകയാണ്. പുറപ്പെട്ട് ഇനി നമ്മൾ ട്രെക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ചായ കുടിച്ച് പോകണം. ഇവിടെ റിസോർട്ട് കാണിച്ചു തരാം, മോർണിംഗ് വൈബ്. അപ്പം ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ സ്ഥലത്തെത്തി. ഇന്നലെ വന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഫുഡ്. എന്തൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. ഗായ്സ് നമുക്ക് ഇവിടെ ഇടുക്കിയത്തെ പൊട്ടും കടലയും കഴിച്ച് നോക്കാം. ശരിക്കും സ്റ്റാൻഡൊക്കെ ഉണ്ട്. പൊട്ടും കടലയും ഗായ്സ് ഞാൻ റിസോർട്ട് കാണിച്ചു തരാം. വാ, അതാണ് അതാണ് നമ്മളെ റൂം. ഇവിടെ വേറെ ആരൊക്കെയോ കുറേ ആൾക്കാരുള്ളതിനെ കൊണ്ട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഹായ് പറ, ഹായ് പറ, ഹായ്. വാ വാ വാ, നമുക്ക് റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റൂം. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാമക്കല്ലോ, ആമപ്പാറ കഴിഞ്ഞ് ഇത് രാമക്കൽ എന്തോരം ഇത് കാണാൻ പോകുന്ന പറയോ, സൂയിസൈഡ് പോയിന്റ്. അതെ, ഞാൻ കാണാൻ പോവാണ്. ഇവിടെ നല്ല കാറ്റാണ്, അതാ മുടി ഷോക്കടിച്ച് മുളക്കുന്നത്. കാണിച്ചുതരാം. അഡ്വാൻസ് പറഞ്ഞല്ലോ, എന്നെ കാറ്റ് കുറവായതുകൊണ്ടാണ് ചെറിയൊരു മൂടൽ വന്നേക്കുന്നത്. ഈ മൂടൽ ഇവിടെ ഇല്ല എങ്കിൽ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആണ്. അത് നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങി കാണാൻ പറ്റും. ആ കാണുന്ന സ്റ്റാച്ചു ഉണ്ടോ, ആ സ്റ്റാച്ചുവിന്റെ ബാക്കി കാണുന്ന മലയ്ക്ക് ബാക്കിലാണ് മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാറിന്റെ ഡാം നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ മുല്ലപ്പെരിയാറിന്റെ വെള്ളം ഒരു അരുവി പോലെ ഒഴുകി വന്ന് 60 അടി 80 അടിയൊക്കെ ഹൈറ്റുള്ള തേങ്ങ നമുക്ക് ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചെറിയ കുറ്റിച്ചെടി പോലെ. ഇവിടെ കുറച്ച് കടി തുറന്ന് ഇവിടെ കുടിക്കുണ്ടാക്കും, കുടുങ്ങി പോകുമ്പോളെ ഇങ്ങനെ ഇറങ്ങാനാവട്ടെ. ഇത്രയേ ഉള്ളൂ. ഞാൻ ചെടയ്ക്ക് പോണേക്കുന്നു. ഞാൻ അങ്ങനെ വരൂ ചരിഞ്ഞു വരാന്. ഉണ്ണിയോടെ വരണ്ട. എന്തോ ഇന്ത്യയില് കേരളത്തിലെ രണ്ടാമത്തെ ഇരട്ട സ്റ്റാച്യു ആണ്. അടുത്തത് നമ്മളിനി ആ മല കയറണം. കയറാം നമുക്ക്. എത്തിയില്ല. നമ്മളപ്പം കണ്ടില്ലല്ലോ. അവരൊക്കെ റെസ്റ്റ് വീഡിയോ എടുത്തോണ്ട് വരട്ടെ. കേറി ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ മല ഇറങ്ങുകയാണ്. ഞങ്ങൾ കാട്ടുകൂടിയുള്ള യാത്രയാണ്. വഴി മനസ്സിലാവുന്നില്ല ഇപ്പോൾ പറയൂ. അപ്പോൾ ഞങ്ങൾ വന്നത് ഈ ക്രൗഡിൻ റിസോർട്ടിലേക്കാണ് വന്നത്. ഒരു 10-45 പേര് അടങ്ങിയ ഗ്രൂപ്പായിട്ട് വന്നതാണ്. നല്ല ഫോട്ടോസൊക്കെ ആടെ എടുക്കുന്നുണ്ട്.
ബാലുശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിന്നാണ് വന്നത്. എല്ലാ ടീമുകളുണ്ട് ഇവിടെ. നല്ല സെറ്റായിട്ട് ജോലിയായിട്ട് അടിച്ച് പൊളിച്ച് തിമിർക്കാണ്. ഇനി അടുത്ത DJ ആണ്. അത് നമ്മൾ അവിടെ നിന്നാണ് നടക്കുന്നത്. അടുത്ത വീഡിയോസ് മിനിമം 100 വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇനി എന്താ ഒരാഗ്രഹം ബസ്സിൽ കയറണം, പിന്നെ ഒരേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് കഴിഞ്ഞു പോയി. നമുക്ക് അടുത്ത ഒരു സമയം കൂടി അവർക്ക് കൊടുത്തോ, വീഡിയോസ് എടുക്കാൻ നമുക്ക്. അപ്പൊ DJക്ക് ശേഷം നമ്മള് നല്ല അടിപൊളി DJ ആണ് പാർട്ടി നടക്കും. അത് നമ്മളിതില് നമ്മളെ ഈ ഒരു വീഡിയോസ് അടുത്ത് നമ്മള് കൊണ്ടുവരുന്നതാണ് കേട്ടോ. എല്ലാരും അടിച്ച് എൻജോയ് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് ടൈമാണ് അത്. ഇത് യൂട്യൂബിൽ വരും കേട്ടോ. വരുമോ? ഇതിന്റെ പേരെന്തായാലും നമ്മൾ അവിടുന്ന് ഇവിടേക്ക് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റിസോർട്ടിൽ തന്നെയാണ്. തിരിച്ച് റൂമില്ല. നമ്മളിവിടുന്ന് രാത്രി ഡിന്നറൊക്കെ വെച്ചിട്ട് വരും. ഇപ്പോൾ DJ ഉണ്ട്, കേക്ക് കട്ടിങ് ഉണ്ട്. ഇപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വരികയാണ്. നേരത്തെ ഒരു സ്ഥലം പറയാൻ മറന്നുപോയി. ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാലില് രാമക്കമ്പേട് എന്ന സ്ഥലത്താണ്. ബാലംവെള്ള സിറ്റി. നല്ല അടിപൊളി റിസോർട്ടാണ് അത്. അപ്പൊ ഞങ്ങളെ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാതെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി ഞങ്ങൾ നമ്മൾ ഇടുക്കിയിട്ട മന്തി എങ്ങനെ നോക്കാം. താങ്ക് യു. സേഡായിരിക്കുന്നു ഇവിടുന്ന് പോകുന്നതിന്. ടൂറ് കഴിയുമ്പോ നമ്മള് വിചാരിക്കും എന്താ എങ്ങനെ വീട്ടിലെത്തിയായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ തോന്നുന്നില്ല. സങ്കടല്ലേ വരുന്നേ? സങ്കട വരുന്നേറാ. അതെ, ഇത് ഓക്കെ. ഹായ് പറയൂ. ആർക്ക് നിങ്ങളൊന്നും കൊണ്ടില്ല അങ്ങോട്ട് ഒന്നുകൂടി. യെസ്, ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ റിസോർട്ടിനോട് വിട പറയുകയാണ്. അതെ, ബസ് കയറി ഇനി നമ്മൾ നാളെ പുലച്ചയ്ക്ക് വീട്ടിലെത്തൂലേ. റിസോർട്ടിനോട് വിട പറയാം. ബൈ ബൈ. ബൈ ബൈ. ഓക്കെ ബൈ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു 2 വാക്ക് നമ്മളെ ട്രിപ്പിനെ പറ്റി സംസാരിക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അറിയിക്കുകയാണ്. ഓരോരുത്തരുടെ അടുത്തേക്ക് മൈക്ക് എത്തുന്ന സമയത്ത് പിന്നെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു.